പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരുത്തമ മണവാളനാ. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരുത്തമ മണവാളനാ. ഉത്തമ മണവാളനാ, ഉത്തമ മണവാളനാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമാ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ, മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുമേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ, ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. 10,000 പേർക്ക്
പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം മുതലേ തന്നെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോശുവ 7:10 മുതൽ. യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? എഴുന്നേൽക്ക, ദൈവം കൽപ്പിക്കുകയാണ്. നീ സാഷ്ടാംഗം വീണ് കിടക്കുന്നുണ്ട്, നീ കരയുന്നുണ്ട്. എന്തിന് കരയുന്നു? എന്തിന് സാഷ്ടാംഗം വീണ് കിടക്കുന്നു? നീ നിലം പറ്റ വീണ് കിടക്കുന്നത് എന്തിനായിട്ടാണ്? നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ഈ ജനം ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് അവർ അപഹരിച്ചെടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നത്, എടുക്കരുത് എന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് അവരെടുത്തത് മാത്രമല്ല, അവർ അത് മോഷ്ടിച്ചു, മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് ഒളിച്ചു വച്ചിരിക്കുന്നു. ആഖാൻ പാപം ചെയ്തു. ആഖാൻ ഒരാളെ പാപം ചെയ്തുള്ളൂ, പക്ഷേ ജനത്തിൻ്റെ മേൽ ശാപം വന്നു. ജനത്തിന് മുഴുവൻ ശാപം വന്നു. വലിയ നഷ്ടമായിപ്പോയി. ഹായിക്കോട്ട പിടിക്കാൻ പോയതിൽ അനേകം പേര് പട്ടുപോയി, മരിച്ചുപോയി. ശത്രുക്കളെ ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ തോറ്റോടേണ്ടി വന്നു. ഇസ്രായേൽ ജനം തോറ്റോടേണ്ടി വന്നു. എത്രയോ ബൃഹത്തും മഹത്വമായിരുന്ന വലിയ എറിഹോ കോട്ട അവർ പിടിച്ചതാണ്. എത്ര എളുപ്പം പിടിച്ചതാണ്. കാരണം ദൈവത്തിൻ്റെ കൃപയാന്ന് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവകൃപയില്ലാതെയാണ് അവർ പോയത്. അവർ തോറ്റുപോയി. ചെറിയ പട്ടണം, ചെറിയ കോട്ട, അതിൽ തോറ്റുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മീയമായി ചിന്തിച്ചാൽ വലിയ വലിയ ചില പാവങ്ങളിൽ നിങ്ങൾ ജയം നേടിയവരാണ്. പലപ്പോഴും ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ നിസ്സാരമായ ചില വാക്കുകളിൽ നിങ്ങൾ വീണുപോയി എന്നുള്ളത് നിങ്ങളറിയണം. ചെറിയ ഒരു പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചെറിയ ഒരു പരിഹാസം, ചെറിയ ഒരു പുച്ഛമല്ലെങ്കിൽ ഒരാക്ഷേപം, ചെറിയൊരു നുണ, നിസ്സാരം നമുക്ക് തോന്നും. എല്ലാം കാപട്യത്തിൻ്റെ പല പല ഭിന്ന ഭാവങ്ങളാണ്. നോക്കൂ, ഈ ആഖാൻ ഒരാൾ പാപം ചെയ്തു, അനേകർ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ചീട്ടിട്ടു, ചീട്ട് ആഖാൻ്റെ പേരിൽ വീണു. ആഖാൻ പിടിക്കപ്പെട്ടു. 19-ാം വാക്യം വായിക്കാം. 7-ാം അധ്യായം 19-ാം വാക്യം. യോശുവ ആഖാനോട് പറയുകയാണ്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട്, ദൈവത്തോട് ഏറ്റുപറയുക. നീ എന്ത് ചെയ്തുവെന്ന് പറക. നീ എന്ത് ചെയ്തു എന്ന് ദൈവത്തോട് പറയുക. എന്നോട് മറച്ചു വയ്ക്കരുതേ എന്ന് പറഞ്ഞു. ദൈവത്തിന് പ്രതിപുരുഷനായിരിക്കുന്ന എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് പറയുക, എന്നോട് നീ പറയുക. നീ എന്ത് ചെയ്തു എന്ന് പറയുക, കൃത്യമായി പറയുക. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ എല്ലാ പാപവും ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ പോരാ. നീ എന്ത് ചെയ്തു എന്ന് പറയുക. നീ എന്നോട് മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് നീ ഏറ്റു പറയണം. അനുതാപത്തോടെ ദൈവത്തോട് ഏറ്റു പറയണം. എന്നോട് നീ മറച്ചു വയ്ക്കരുത്. പിന്നെ ആഖാൻ യോശുവയോട് പറയുകയാണ്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് പറയുകയാണ്. ഇപ്പോൾ അവന് സമയം തെറ്റിയാണെങ്കിലും പറയുകയാണ്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചുപോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. യഹോവയോട് ഞാൻ പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. എന്തെല്ലാമാണ്? ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും, കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും, 200 ശേക്കൽ വെള്ളിയും, 200 ശേക്കൽ വെള്ളിയും, 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു. മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. കൃത്യമായിട്ടാണ് പാവകേറ്റ് പറയുന്നത്, വളരെ കൃത്യമായിട്ട്. നിങ്ങളിൽ അനേകം പേര് പാവകേറ്റ് പറയുന്ന പോലെയല്ല. നിങ്ങൾ പലരും കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ അന്ന് കുളിച്ച് വസ്ത്രം മാറി ബഹുമാനപ്പെട്ട പട്ടക്കാരന് മുമ്പിൽ വരുന്നു. നിങ്ങൾ മുട്ടുകുത്തുന്നു. പട്ടക്കാരൻ ചില കാര്യങ്ങളെല്ലാം ഉപദേശിച്ച് തരുന്നു. അനേകം കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്നു. നല്ല ഉപദേശങ്ങളാണ്, നല്ല പ്രബോധനങ്ങളാണ്. അത് കഴിഞ്ഞ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷിച്ച് പാവം എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പരമാവധി പറഞ്ഞാൽ പറയും, ഇങ്ങനെ അത്രയും പറയും, ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി. അങ്ങനെ പാവമായിട്ട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുകയില്ല. അതല്ല പാവമായിട്ട് പറയിച്ചാൽ. കൃത്യമായി
ഇന്ന വിധത്തിൽ ഇന്ന കാര്യത്തിൽ ഞാൻ മോഷണം ചെയ്തു, ഇന്ന വിധത്തിൽ ഇന്നയാളുമായി ഞാൻ അശുദ്ധമായ ജീവിതത്തിൽ പോയി, ഇന്ന കാര്യത്തിൽ ഇന്ന വിധത്തിൽ ഞാൻ എൻ്റെ അപ്പനെ ധിക്കരിച്ചു, അപ്പനെ അവമാനിക്കത്തക്കവണ്ണം ഞാൻ അപ്പനെതിരായി സംസാരിച്ചു, ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചു, അമ്മയെ ദുഃഖിപ്പിച്ചു, അമ്മ കരയാൻ ഇടയായി, ഞാൻ മൂലം ഇത്ര പേര് എൻ്റെ ദ്രോഹപ്രവൃത്തി മൂലം അവർ ദുഃഖിക്കേണ്ടി വന്നു, അങ്ങനെ അനേകരെ ഞാൻ വിഷമിപ്പിച്ചു. ഏറ്റുപറയണം, ഇന്നത് എന്ന് ഏറ്റുപറയണം. അതാണ് ഏറ്റുപറച്ചിൽ. അതിന് മുൻപ് ദൈവത്തോട് ഏറ്റു പറഞ്ഞിരിക്കണം. തന്നെത്താൻ ദൈവത്തോട് പറയണം. ദൈവത്തോട് ഇതെല്ലാം തന്നെത്താൻ ഏറ്റു പറഞ്ഞ് അനുദപിച്ചതിന് ശേഷം വേണം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ഈ യോശുവയുടെ അടുക്കലെന്ന് പറയുവാൻ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ്റെ അടുക്കലെന്ന് പറയുവാൻ തന്നെത്താൻ ദൈവത്തോട് അനുദപിച്ച് പറഞ്ഞിട്ട് വേണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പിഴച്ചു എന്ന് പറഞ്ഞാൽ തീരില്ല, ഇന്നത് ചെയ്തു എന്ന് പറയണം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കി, 200 ശേക്കൽ വെള്ളി, 50 ശേക്കൽ പൊന്ന്, ഇത്രയും ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു. ഞാൻ കൂടാരത്തിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുമെന്ന് പറഞ്ഞു. വെള്ളി, ഏറ്റവും അടിയിൽ വെള്ളി, കൃത്യമായി പാവേറ്റു പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താണ്? നീ ഇസ്രായേലിനെ വലച്ചത് എന്തിനാ എന്ന് യോശുവ പറഞ്ഞു. നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോൾ നീ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, വലിയൊരു കൂട്ടം ജനത്തിന് നഷ്ടം വന്നിരിക്കുന്നു. കൽപ്പന ലംഘിച്ചു, ശരിയാണ്, തെറ്റിപ്പോയി, പാടില്ലായിരുന്നു. നീ ശബ്ദാർപ്പിത വസ്തു ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് വേണ്ടി ഡിവോട്ടഡായിരുന്ന വസ്തു ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു. ശബ്ദാർപ്പിത വസ്തു നീ എടുക്കാൻ പാടില്ലായിരുന്നു. ദൈവത്തിന് വേണ്ടി നിവേദിച്ചത് നീ എടുക്കാൻ പാടില്ലായിരുന്നു. അത് തെറ്റായിപ്പോയി. പക്ഷേ ഇപ്പോൾ നിന്നോട് ചോദിക്കുകയാണ്, നീ എന്തിന് ഇതെല്ലാം ചെയ്തു? നിനക്ക് നല്ല അവസരം തന്നതല്ലേ, നിനക്ക് വരാമായിരുന്നല്ലോ, ഏറ്റു പറയാമായിരുന്നല്ലോ. ശാപം വന്നു കണ്ട ഉടനെ നിനക്ക് ഓടി വന്ന് കരയാമായിരുന്നല്ലോ, അപ്പോൾ ഓടി വന്ന് പറയാമായിരുന്നല്ലോ. ഇപ്പോൾ എന്തു പറ്റി? നീ മൂലം ഇസ്രായേലിനൊക്കെയും ശാപം വന്നു, നിൻ്റെ മേൽ ശിക്ഷ വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് വായിക്കുന്നത് എങ്ങനെയാണ്? 7-ാം അധ്യായം 23-ാം വാക്യം മുതൽ. യോശുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു. കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിൻ്റെ പുത്രനായ ആഖാനെ വെള്ളി, മേലങ്കി, പൊൻകട്ടി, അവൻ്റെ പുത്രന്മാർ, പുത്രിമാർ, അവൻ്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി. നീ ഞങ്ങളെ വലച്ചതെന്തിന്? യഹോവ എന്ന് നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറുകയും ചെയ്തു. അവൻ്റെ മേലവർ ഒരു വലിയ കൽക്കുന്നുകൂട്ടി. അത് ഇന്നുവരെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമയത്ത് അനുഭവിക്കാത്തതുകൊണ്ട് എന്ത് പറ്റി? ഇസ്രായേലെല്ലാം കൂടി അവൻ്റെ മേൽ കല്ലെറിഞ്ഞു. അവിടെ സങ്കടകരമായ കാര്യം, ഒന്നും അറിയാൻ പാടില്ലാത്തവരുടെ മക്കൾ അവരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. വൈകും ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. ആഖാനെ വെള്ളി, മേലങ്കി, പൊൻകട്ടി, അവൻ്റെ പുത്രന്മാർ, പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാം കൊണ്ടുവന്നു. ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. ജനമെല്ലാം കല്ലെറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പാവം ആ പിള്ളേരെന്ത് ചെയ്തു? ആ കുട്ടികൾ എന്ത് ചെയ്തു? അവരും ചെയ്തതല്ലല്ലോ, അവർ പാവം ചെയ്തില്ലല്ലോ. അപ്പൻ ചെയ്ത പാവത്തിൻ്റെ ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. നിങ്ങളിന്ന് കേൾക്കുന്ന ഈ വാക്കുകൾ വളരെ ഗുരുതരമായി നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. നിങ്ങൾ ഗൗരവപരമായി ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ പാവം വന്നു പോയതിനെ ഓർത്ത് അനുദപിച്ചു കൊള്ളുക. അരുതാത്ത ജീവിതത്തിൻ്റെ ഗതികളെല്ലാം മാറ്റിക്കൊള്ളുക. എല്ലാ തിന്മയും ദൂരീകരിച്ചു കൊള്ളുക. ദ്രവ്യാഗ്രഹത്തെ മാറ്റിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഭൂമിക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആളുകളുണ്ട്. അതിനു വേണ്ടി തർക്കം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതിനെങ്കിൽ നിൽക്കുന്ന ഒരു മരത്തിന് വേണ്ടി, ഒരു തടിക്ക് വേണ്ടി തർക്കം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൻ തന്നത് പോരാ എന്ന് പറഞ്ഞ്, അപ്പൻ മൂത്തവനാണ് കൂടുതൽ കൊടുത്തത്, എനിക്ക് അത്രയും തന്നില്ല എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാക്കുന്ന മക്കളുണ്ട്. എല്ലാം ദോഷമാണ്. എല്ലാം എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ കർത്താവ് തന്നാൽ മാത്രമേ എനിക്ക് നിലനിൽക്കുകയുള്ളൂ. യേശു തമ്പുരാൻ എനിക്ക് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. എനിക്കിത് കിട്ടിയില്ല, കിട്ടിയത് പോരാ എന്ന് തോന്നരുത്. അപ്പനെ പുച്ഛിക്കരുത്. അപ്പനെ തരം താഴ്ത്തരുത്. അപ്പൻ എന്നോട് സ്നേഹമില്ല എന്ന് തോന്നരുത്. അമ്മയ്ക്ക് എന്നെക്കുറിച്ച് കരുതില്ല എന്ന് തോന്നരുത്. അതെല്ലാം പാപമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരപ്പനും ഒരു അമ്മയ്ക്കും മക്കളെക്കുറിച്ച് കരുതലുണ്ട്, വാത്സല്യമുണ്ട്, സംശയമില്ല. എന്നാൽ ഏതെങ്കിലും കാര്യങ്ങളിൽ
ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും തെറ്റ് അപ്പൻ്റെ അമ്മയുടെ പക്ഷത്ത് പക്ഷഭേദം വന്നാൽ അത് അവരോട് ദൈവം ചോദിക്കും. നാം അതിനെക്കുറിച്ച് പറയേണ്ട, നാം ചിന്തിക്കേണ്ട, ദൈവം ചോദിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയെല്ലാമാണ് ജീവിച്ചത്. അവർക്ക് വന്ന തെറ്റുകൾ നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. എങ്ങനെ ഇത് മാറ്റിക്കളയാൻ പറ്റും? അവർക്ക് വന്ന ശാപങ്ങൾ നിങ്ങളുടെ തലമേൽ വന്നിരിക്കുകയാണ്. എങ്ങനെ ശാപങ്ങൾ മാറ്റാൻ പറ്റും? ഒന്ന്, ഞാൻ എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. രണ്ട്, എൻ്റെ പൂർവികന്മാർ മൂലം എൻ്റെ മേലെ വന്ന ശാപങ്ങൾ മാറ്റുവാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിലവിളിക്കുക. എന്തെല്ലാമാണ് ശാപം വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നാമത് ഞാൻ എൻ്റെ മേലുള്ള ശാപം എന്തെല്ലാമെന്ന് ഞാൻ കണ്ടെത്തുക. എൻ്റെ ജീവിതം വന്നു പോയ പാവങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ കണ്ടെത്തുക. അത് ഓരോന്നോരോന്നായി ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. വേദനയോടെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ പാവത്തെ ഓർത്ത് അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ജീവിതം ശുദ്ധഗതിയിലാണോ ഇതുവരെയും പോകുന്നത്? പാവം വന്നില്ലേ? ഓർത്തു നോക്കൂ. ഏതെല്ലാം ദുഷ്കൃത്യങ്ങളാണ് ചെയ്തു പോയത്, ഏതെല്ലാം അരുതായികളാണ് ജീവിതത്തിൽ വന്നുപോയത്. ഇന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നതായ കാര്യങ്ങളൊന്നും പോയിട്ടില്ലേ? ഇന്നോർക്കുമ്പോൾ വേണ്ടായിരുന്നു തോന്നുന്നില്ലേ? വേണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, അവിടെ ചെന്ന് നിൽക്കണ്ടായിരുന്നു, വേണ്ടായിരുന്നു, അങ്ങോട്ട് സംസാരിക്കണ്ടായിരുന്നു തോന്നുന്നില്ലേ? നിങ്ങൾ ലജ്ജയോടെ ഇതെല്ലാം ഇപ്പോൾ ഏറ്റുപറഞ്ഞുകൊള്ളുക. ഏറ്റുപറഞ്ഞാൽ കേൾക്കാൻ കർത്താവിൻ്റെ ഹൃദയമുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, സ്നേഹം നിറഞ്ഞ ഹൃദയമുണ്ട്. കർത്താവ് നിങ്ങളെ സ്വീകരിക്കും. എത്ര കൊടുംപാവിയാണെങ്കിലും കർത്താവ് നിങ്ങളെ സ്വീകരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, കടും ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ഉണ്മയായിത്തീരുന്നു പറയുന്നു. വായിക്കാം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായി തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദേശത്തിൽ നന്മ അനുഭവിക്കുക. ഇപ്പോൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കേണ്ട സമയമാണ്. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദേശത്തിലെ നന്മ അനുഭവിക്കാം. ആരും നിരാശപ്പെടേണ്ട, നന്മ അനുഭവിക്കാം. കാരണം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിന്മേൽ യേശു 3 ആണികളിൽ തൂങ്ങിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ 5 മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയിരിക്കുന്നു. ഒരു പാവം ചെയ്യാത്ത ക്രിസ്തു പാവം ചെയ്തവനെ പോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പാവിയെപ്പോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്തനായ ക്രിസ്തു കർത്താവ് കവർച്ചക്കാരുടെ ഇടയിൽ കള്ളന്മാരുടെ ഇടയിൽ ഒരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തിന്? എൻ്റെ പാവം ഏറ്റെടുക്കാൻ, നിങ്ങളുടെ പാവം ഏറ്റെടുക്കാൻ, നമ്മുടെ ഓരോരുത്തരെയും പാവം ഏറ്റെടുക്കാൻ, ആ പാവം യേശു വഹിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. എൻ്റെ പാവം യേശു വഹിച്ചു, ഇനി ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. എൻ്റെ പാവം യേശു വഹിച്ചു, ഇനി ഞാൻ പഴയ മനുഷ്യനായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാലം ഞാൻ പാവിയായി ജീവിച്ചുപോയി. ഇത്രയും കാലം വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ വൈരാഗ്യവും പൈശൂന്യവും അസൂയയും പകയുമായി ഞാൻ ഇത്രയും കാലം ജീവിച്ചുപോയി. എന്നാൽ ഇനിയില്ല കർത്താവേ, ഇനിയില്ല. ഇന്ന് ഞാനിതാ ഒരു തീരുമാനം എടുക്കുന്നു. എന്നെ നീ കൈക്കൊള്ളണമേ, എൻ്റെ പാവം നീ പോക്കണമേ, എൻ്റെ പാവം നീ പരിഹരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഒരു വനത്തിൽ കൂടി പോവുകയായിരുന്നു. വനത്തിൽ കൂടി ഒറ്റയ്ക്കാണ്. കുറേ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അപ്പോഴാണ് കാണുന്നത് ഒരു കാട്ടുതീ വരുന്നു. ഭയങ്കരമായ കാട്ടുതീയ. കാട് മുഴുവൻ കത്തിച്ചുകൊണ്ട് വരികയാണ്. മുഴുവൻ കാടും കത്തിക്കുന്നു. കാട്ടിലുണ്ടായിരുന്ന മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. പക്ഷികൾ ചിറക് കരിഞ്ഞ് താഴെ വീഴുന്നു. വലിയ മരങ്ങളെല്ലാം താഴെയൊക്കെ കരിഞ്ഞ് വീഴുന്നു. ഇദ്ദേഹം എന്തു വേണ്ടെന്ന് അറിയാതെ വിഷമിച്ചു. മുമ്പോട്ട് ഓടാൻ നിർവാഹമില്ല, പുറകോട്ടോടി. അപ്പോൾ തൻ്റെ പിറകിലും കാട്ടുതീ വരികയാണ്. വലത്തോട്ടും ഓടാൻ നിർവാഹമില്ല, ഇടത്തോട്ടും ഓടാൻ നിർവാഹമില്ല. ചുറ്റും കാട്ടുതീയ. എന്ത് ചെയ്യും? ദൈവമേ, എന്താ പോകാൻ വഴി? ഞാൻ രക്ഷപ്പെടും. ഞാനിവിടെ ഇപ്പോൾ ഈ ചത്തു വീണവരെ പോലെ ഞാനിവിടെ മരിച്ചു വീഴുമല്ലോ, കത്തിപ്പോകുമല്ലോ. ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അടുത്ത് കുറേയേറെ പൊന്തക്കാടുകളുണ്ട്. പുല്ല് കാട് പോലെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടി എടുത്തു. തീപ്പെട്ടി വരച്ച് ആ പൊന്തക്കാടിന് തീ കൊടുത്തു. ആ വലിയ ധാരാളമായി പടർന്ന് കിടക്കുന്ന പുല്ലിൻ്റെ കാട് പെട്ടെന്ന് കത്തിത്തീർന്നു. പുല്ലായതുകൊണ്ട് കത്തിത്തീർന്നപ്പോൾ പിന്നെ ബാക്കി തീക്കട്ടയില്ല.
തീക്കനലില്ല. ആ കത്തി തീർന്ന സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ കയറി നിന്നു. ചുറ്റുപാടും എല്ലാം തീ വരുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് തീ കയറുന്നില്ല. കാരണം ഇവിടെ കത്തിക്കഴിഞ്ഞു, ഇവിടെ കത്താൻ ഇനി ഒന്നുമില്ല. ചുറ്റുപാടും എല്ലാം തീ കത്തി അനേകം മൃഗങ്ങളും അനേകം പക്ഷികളും എല്ലാം ചത്തൊടുങ്ങുന്നു. ഇവിടെ ഇയാൾ നിൽക്കുന്നിടത്ത് ഒരു അപകടവുമില്ല, കാരണം അവിടെ ഒരിക്കൽ കത്തിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു പാപിയുടെ മേലുള്ളതായ ദൈവത്തിൻ്റെ കോപം ഏറ്റെടുത്ത് കർത്താവ് സ്വർഗീയ കോപത്തിന് തന്നെത്താൻ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിച്ചു. അവിടെ കത്തിത്തീർന്നു. ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ കത്തിത്തീർന്നു. ദൈവത്തിൻ്റെ കോപം മകനോടല്ല, കർത്താവായ യേശുവിനോടല്ല, പാപിയോടും പാപത്തോടുമുള്ള കോപം. പക്ഷേ ഇവിടെ യേശു ഇതാ അവിടെ കത്തിത്തീർന്ന സ്ഥലത്തേക്ക്, യേശു നോക്കേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് നാം കയറി നിന്നാൽ മതി, നാം അവിടെ പ്രവേശിച്ചാൽ മതി, നമുക്ക് രക്ഷയുണ്ട്. കാട്ടുതീയിൽ വെന്തു പോകേണ്ട ആവശ്യം വരികയില്ല. ആ കത്തിത്തീർന്നിടത്തേക്ക് നാം കയറി നിന്നാൽ മതി, അഥവാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. എൻ്റെ പാപമാണല്ലോ യേശു വഹിച്ചത്, യേശു പാപം ചെയ്തില്ലല്ലോ, ഞാനാണല്ലോ പാപം ചെയ്തത്, എൻ്റെ മുഖത്താണല്ലോ തിന്മ വന്നത്, എൻ്റെ ചുണ്ടാണല്ലോ അരുതാത്തത് വലിച്ചത്, അരുതാത്തത് പുകച്ചത്, എൻ്റെ വായാണല്ലോ അരുതാത്തത് കുടിച്ചത്. എൻ്റെ കർത്താവേ, എൻ്റെ വായാണല്ലോ ചീത്തവാക്കുകൾ പറഞ്ഞത്, എൻ്റെ കണ്ണാണല്ലോ അശുദ്ധമായ ചിത്രങ്ങൾ കണ്ടത്. കർത്താവേ, ഞാനാണല്ലോ ശിക്ഷ ഏൽക്കേണ്ടത്. പക്ഷേ എൻ്റെ മേലെയുള്ള ദൈവത്തിൻ്റെ കോപം മുഴുവൻ യേശു ക്രിസ്തു ഏറ്റെടുത്തു. യേശു ക്രിസ്തു കത്തി ദഹിച്ചു. ക്രൂശിലെ കാൽവരി ക്രൂശിലെ ആ ക്രോധാഗ്നിയിൽ കത്തി ദഹിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കുമ്പോഴാണ് നാം അവിടെ കയറി നിൽക്കുക എന്ന് പറയുന്നത്. നാം അവിടെ ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ച് കർത്താവേ, നീ എൻ്റെ പാപം വഹിച്ചതിനാൽ ഇനി എൻ്റെ ആയുസ്സിൽ പാപത്തിലേക്ക് ഇല്ല, എൻ്റെ പാപം നീ വഹിച്ചതിനാൽ ഇനി ആയുസ്സിൽ ഞാനൊരു പാപം ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്ക് വരികയാണ്. ആ തീരുമാനം നമുക്ക് വരുമ്പോൾ കർത്താവ് നമ്മെ കൈക്കൊള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം പാവം ഇല്ലാത്തവരായി തീരുകയാണ്. പാവം ഇല്ലാത്തതുകൊണ്ടല്ല, പാവം ഉണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് എല്ലാം മായ്ച്ചു കളഞ്ഞു. എല്ലാം. ഒരു കടയിൽ നിന്ന് സാമാനം വാങ്ങിക്കൊണ്ടിരുന്നു. അയാൾ കടയിൽ നിന്ന് സാമാനം വാങ്ങിക്കൊണ്ടിരുന്നു. സാമാനത്തിന് വിലയൊന്നും കൊടുക്കുന്നില്ല. അയാളുടെ പേരിൽ അവിടെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം സാമാനം വാങ്ങുമ്പോൾ ആ കണക്ക് പുസ്തകത്തിൽ കടം ഏടിയേറി വന്നു, കൂടിക്കൂടി വന്നു. എന്നാൽ ഒരു ദിവസം ആ ദയാലുവായ കടയുടമസ്ഥൻ ഇദ്ദേഹത്തിന് കണക്കെഴുതിയിരുന്ന ആ പുസ്തകം കീറിക്കളഞ്ഞു, ആ ബുക്ക് കീറിക്കളഞ്ഞു, കടച്ചീട്ട് കീറിക്കളഞ്ഞു. എന്തൊരു ഭാഗ്യം! ഞാൻ ഇനി കടക്കാരനല്ല, കടച്ചീട്ട് കീറിക്കളഞ്ഞു. എന്തൊരു മഹാഭാഗ്യം! എൻ്റെ കടം എൻ്റെ ഈ നല്ല സ്നേഹിതൻ ഏറ്റെടുത്തല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നമ്മുടെ കടം ഏറ്റെടുത്തു, നമ്മുടെ പാവം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ക്രൂശിൽ പെടേണ്ടി വന്നത്. അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് വിളിക്കേണ്ടി വന്നത്. ദൈവം പോലും കൈവിട്ടുപോയി. എന്താണ് കാരണം? മുകളിലോട്ട് നോക്കുമ്പോൾ ദൈവത്തെ കാണാനില്ല, പിതാവിനെ കാണാനില്ല. കാരണം എന്താണ്? പാവം വഹിച്ച് നിൽക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പാവമൊക്കെ യേശു തലമേലായിരിക്കുന്നു. അതുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ പിതാവിനെ കാണുന്നില്ല. ഇതാ യേശു ക്രിസ്തുവിൻ്റെ മേൽ പാവം വന്നിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും പാവം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇന്ന് നിങ്ങൾ ഇത്രയും വിശ്വസിക്കുക. കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ പാവമായിരുന്നു. ഈ നിമിഷം വരെയും പാവചിന്തകളായിരുന്നു. ഈ നിമിഷം വരെയും പാവത്തിൻ്റെ നിരൂപണങ്ങളായിരുന്നു, പാവത്തിൻ്റെ മനോരാജ്യങ്ങളായിരുന്നു, അഴുക്കായ വികാരങ്ങളായിരുന്നു, അഴുക്കായ മോഹങ്ങളായിരുന്നു, പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ ജീവിതമായിരുന്നു. എൻ്റെ കർത്താവേ, തിന്മകളേറെ വന്നുപോയി. എൻ്റെ കയ്യിൽ വന്ന പൈസ കറയുള്ളതാണ്, ഞാൻ ചെലവഴിച്ച പൈസയും കറയുള്ളതാണ്. തെറ്റുകൾ സംഭവിച്ചു പോയി. കർത്താവേ, ന്യായമില്ലാതെ പോയത് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അഴിമതി കൂട്ട് നിന്നിട്ടുണ്ട്, അങ്ങനെയും പൈസ ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ദൈവത്തോട് പറയാം. കർത്താവേ, ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കണക്കേ പറയാനുള്ളൂ. ഇത്രയും കാലം നഷ്ടം മാത്രം. പാപത്തിൽ വീണുപോയ ഒരു മനുഷ്യൻ ഇതാ ഞാനിവിടെ ഇരിക്കുകയാണ്. എൻ്റെ കർത്താവേ, നീ എന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, നീ എൻ്റെ നേരെ നോക്കുന്നുണ്ടല്ലോ, നിൻ്റെ തിരുരക്തനിൽ തളിക്കാൻ നിനക്ക് തിരുമനസ്സാണല്ലോ. ഇപ്പോൾ കർത്താവേ, അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ അരികിലേക്കൊന്ന് എഴുന്നള്ളി വന്ന് നിൻ്റെ ആ തൃക്കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എൻ്റെ തലമേൽ തൃക്കരം വയ്ക്കുമ്പോൾ കർത്താവേ, എൻ്റെ നെറ്റിയിൽ നിൻ്റെ തിരുരക്തം പുരളും. ഇങ്ങനെ തിരുരക്തം വന്നാൽ എല്ലാം കഴുകപ്പെടും, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, എൻ്റെ പാവം മുഴുവൻ ഇതാ തുറന്നു വയ്ക്കുന്നു.
പാവത്തിൻ്റെ പുസ്തകം ഇതാ തുറന്നു വയ്ക്കുന്നു. എല്ലാം കടച്ചീട്ടുകളും കീറിക്കളയണമേ. എൻ്റെ മേലെ ഇതിൻ്റെ തിരക്തം തളിക്കണമേ. ആ തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ പറയേണ്ട സമയമാണ്. നിങ്ങൾ ദൈവത്തിന് അപേക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ പറയണം, കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകല്ലേ, എൻ്റെ പാവം പോക്കാതെ കടന്നു പോകല്ലേ, എൻ്റെ അകൃത്യങ്ങളുടെ മേൽ കണക്കിടല്ലേ. നിത്യതയിലേക്ക് ഞാൻ വരുമ്പോൾ, ഒരു ദിവസം ഞാൻ മരണം വഴിയായി നിത്യതയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മേൽ ന്യായവിസ്താര ദിവസത്തിൽ ഈ കടങ്ങളൊക്കെയും വായിച്ചു കേൾപ്പിക്കാൻ ഇടവരരുതേ കർത്താവേ. എൻ്റെ പാവങ്ങളൊക്കെയും അന്ന് ഉച്ചത്തിൽ പ്രസ്താവിപ്പാൻ ഇടവരരുതേ കർത്താവേ. ആപാലവൃത്തം എല്ലാവരും കേൾക്കെ എൻ്റെ പാവങ്ങളെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഇടവരരുതേ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ പാവങ്ങൾ നാഥാ നിന്റെ തിരക്തത്താൽ കഴുകണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ നിന്റെ തൃക്കരം വയ്ക്കണമേ, തിരക്തം തളിക്കണമേ. നാഥാ എന്നോട് മനസ്സിലാക്കണമേ. പാവിയായി ഞാൻ ജീവിച്ചു പോയി, പാവത്തിൽ ഞാൻ രസിച്ചു പോയി, തിന്മകൾ വന്നുപോയി. എൻ്റെ കർത്താവേ, വികാരത്തിൽ ഞാൻ അടിമപ്പെട്ടു പോയി. ദൈവമേ, വിവേകമില്ലാത്തനായി ഞാൻ ജീവിച്ചു പോയി, അല്പം പോലും വിശ്വാസമില്ലാത്തതായി ഞാൻ ജീവിച്ചു പോയി. എൻ്റെ കർത്താവേ, ഞാൻ അവിശ്വാസിയായി ജീവിച്ചു പോയി, ദ്രോഹപ്രവൃത്തികൾ ചെയ്തു പോയി, ദ്രോഹപ്രവൃത്തികൾ നിരൂപിച്ചു പോയി. നാഥാ എന്നോട് ക്ഷമിക്കണമേ. പറയുമോ നിങ്ങൾ? ദൈവത്തോട് വാക്ക് പറയുമോ? ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, എൻ്റെ കർത്താവേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ മേലുള്ള ശാപം മാറ്റണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ ക്രൂശിലെ മരണത്താൽ എൻ്റെ ശാപം നീക്കിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ. നാഥാ, ഇപ്പോൾ നിൻ്റെ തൃക്കരനെ തൊട്ട് എൻ്റെ ശാപം മാറ്റണമേ. എൻ്റെ കുടുംബത്തിന്മേലുള്ള ശാപം മാറ്റണമേ. പൈതൃകമായി ലഭിച്ച എല്ലാ ശാപങ്ങളും ദൂരീകരിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. യേശുവേ, തൃക്കരൻ്റെ മേൽ നിവർത്തണമേ. എന്നോട് മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ ഈ മക്കൾ അവരുടെ എടുത്ത തീരുമാനം നടന്ന് കാണുന്നുവല്ലോ. നാഥാ, നിൻ്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. തിരക്തം പുരട്ടണമേ. പാവങ്ങളെല്ലാം ക്ഷമിക്കണമേ. എല്ലാ പാവത്തിൻ്റെയും മോചനം ലഭിച്ച് സന്തുഷ്ടരായി എഴുന്നേറ്റ് പോകാൻ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.